ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് സ്ഥലം? ഞാനിപ്പം തെങ്കാശിയിലാണുള്ളത്. തെങ്കാശിനടുത്തുള്ളൊരു Airbnb എടുത്തിരിക്കുകയാണ്. ആക്ച്വലി ഇന്നലെ മധുരയിൽ പോവുമായിരുന്നു. മധുരയിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ്. മധുരയിൽ നമ്മുടെ മീനാക്ഷി അമ്മൻ ടെമ്പിളിലാണ് നമ്മളൊന്ന് വിസിറ്റ് ചെയ്യാൻ പോയത്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മധുര ഒക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലം. നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ, മീനാക്ഷി അമ്മൻ ടെമ്പിൾ കാണാൻ വേണ്ടിയാണല്ലോ മെയിനായിട്ടും പോകുന്നത്. പിന്നെ അല്ലറ ചില്ലറ പരിപാടികളും കൂടെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മീനാക്ഷി അമ്മൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ അവിടെ പോയി തിരിച്ച് വരുന്ന വഴി ഒറ്റ സ്ട്രെസ്സിൽ വണ്ടി കൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തെങ്കാശിക്ക് അടുത്തൊരു സ്റ്റേ എടുത്താണ്. കിഡിലെ സ്റ്റേ ആണ് കേട്ടോ. ഞാൻ സ്റ്റേനെ പറ്റി പറയാം. ഒരു കേരള ഫാം ഹൗസാണ്. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ മധുരയും കൂടെ ഒന്ന് പറയാം. ഏകദേശം ഒരു 2000 വർഷം മുമ്പ് തന്നെ മധുരയിലുള്ള ഒരു അമ്പലമാണ് ഈ മീനാക്ഷി അമ്മൻ ടെമ്പിൾ. ഏകദേശം ഒരു 800 AD ഒക്കെ ആയ സമയത്ത് നമ്മുടെ പാണ്ഡ്യാസ്, കേരളവും തമിഴ്നാടും അതുപോലെ തന്നെ ശ്രീലങ്കയൊക്കെ ഒരുമിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന പാണ്ഡ്യാസ്, അവരാണ് അത് വിപുലമായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് എനിക്ക് വായിച്ചറിയാൻ പറ്റിയത്. ഒരു കിങ് കുലശേഖരയാണ് അത് ആ ഒരു അമ്പലം ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ഞാൻ എവിടേക്കോ വായിച്ചിട്ടുണ്ട്. പക്ഷേ അമ്പലത്തിൻ്റെ ആ സ്ട്രക്ചർ, ആ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് കിഡിലുമാണ്. പിന്നീട് അങ്ങോട്ട് ഏതോ ഒരു സമയത്ത് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒക്കെ സമയത്തുണ്ടായിരുന്ന അലാവുദ്ദീൻ ഖിൽജി, ഡൽഹി സുൽത്താനേറ്റിൻ്റെ സമയത്തുണ്ടായിരുന്ന അലാവുദ്ദീൻ ഖിൽജി ഒരു തവണ വന്നിട്ട് അമ്പലം ആക്രമിക്കുകയും അതുപോലെ അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവുകയും കേടുപാടുകൾ വരികയും, പിന്നീട് ഉള്ള നായക് എന്നാണ് ഞാൻ ഗൂഗിളിലൊക്കെ വായിച്ചത്. അവിടെ ചെന്നപ്പം നായക്കർ കിങ് അത് വീണ്ടും സ്ട്രക്ചർ സെറ്റാക്കി എടുത്തു, അടിപൊളിയാക്കി എടുത്തു എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതി വെച്ചതൊക്കെ തമിഴാണ്. അവിടെ കംപ്ലീറ്റ് തമിഴാണ്. അതായത് അവിടെ അമ്പലത്തിനകത്തുള്ള ഫലകങ്ങൾ തമിഴാണ്, ബോർഡുകൾ തമിഴാണ്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അതൊന്നും പ്രോപ്പറായി വായിക്കാനൊന്നും പറ്റിയില്ല. ഗൂഗിളിൽ നടത്തിയ ചെറിയൊരു ഒരു റിസർച്ചിൻ്റെ വകയായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. പക്ഷേ സ്ട്രക്ചർ വൈസ് നമുക്ക് കാണാൻ പറ്റിയ ഒരു സത്യം പറഞ്ഞ ഒരു ആർക്കിടെക്ചറൽ മാർവൽ തന്നെയാണ് ഈ പറയുന്ന മീനാക്ഷി അമ്മൻ ടെമ്പിൾ. ഒരു സങ്കടം, ഓക്കെ, ഇവിടെ അടുത്ത് മയിലൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ മുതൽ മയിലിൻ്റെ ഇതിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സംഭവം, ഒരു സങ്കടമല്ല, എനിക്ക് കണ്ടപ്പോൾ അത്ര ഓക്കെ അല്ലാതെ തോന്നിയൊരു കാര്യം, ഇവർ പെയിൻ്റ് അടിക്കും. നമ്മളൊരു പഴക്കം ചെന്ന ഒരു അമ്പലത്തിൻ്റെ അതിൻ്റെ ഒരു ബ്യൂട്ടി നിലനിർത്താൻ വേണ്ടി സത്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇവർ പക്ഷെ ചെയ്യുന്നത് അതിൻ്റെ പെയിൻ്റൊക്കെ ഇളകി കളഞ്ഞ് പുതിയ പെയിൻ്റ് അടിക്കും, കളർഫുൾ പെയിൻറ്റുകൾ അടിക്കും. ഈ കളേഴ്സിനോട് ഇവർക്ക് ഭയങ്കര ഒരു താല്പര്യമാണ്. മീനാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ എല്ലാ ഗോപുരങ്ങളും എടുത്ത് നോക്കിയാൽ, നമ്മൾ പോയ സമയത്ത് ഗോപുരങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പെയിൻറ്റിങ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ കുളമാക്കുന്ന പോലെ ഒരു ഫീല് തോന്നി. അകത്താണെങ്കിലും, അമ്പലത്തിൻ്റെ അകത്താണെങ്കിലും ഒരു ഇത്രയും വർഷം പഴക്കമുള്ളതാണ്. ഏകദേശം 800ഉം 1000ഉം വർഷം പഴക്കമുള്ള സ്ട്രക്ചറുകളൊക്കെ അവർ പെയിൻ്റ് അടിച്ച് പുതിയതാക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, അതത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ഫീല്. പക്ഷെ അവരങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തഞ്ചാവൂരൊന്നും അങ്ങനെയല്ല, പക്ഷേ ഇത് അങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും പോകാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ പോകുമ്പോൾ നമുക്ക് അത്രയും അതിൻ്റെ അകത്ത് കയറി കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. കാരണം ക്യൂ നിൽക്കുമ്പോൾ ഏകദേശം ഒരു 3-3.5 മണിക്കൂറിൻ്റെ ക്യൂ നമ്മൾ നിൽക്കേണ്ടി വരും. രാവിലെ പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് നമുക്ക് ഒരു തവണ അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിച്ചത്. അതും കൂടെ ഒന്ന് ഓർത്തോണം. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മധുരയുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ 1 പൊറോട്ടയൊക്കെയാണ്. അതൊക്കെ കിടിലമായിരുന്നു. അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. നല്ല എണ്ണയാണ് കേട്ടോ. ഒരു പ്രാവശ്യം കഴിക്കാൻ ജീവിതത്തിൽ. വീണ്ടും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റി ലിവറും BP-യും പ്രഷറും ഒക്കെ ഒരുമിച്ച് ഒരു പാക്കേജ് ആയിട്ട് തന്നെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചോളാം. നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അവിടെ നിന്നൊരു ബിരിയാണിയും കഴിച്ചു, അതും കൊള്ളായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. നിങ്ങൾ പക്ഷേ ഒരു തവണയെങ്കിലും കഴിക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ വന്ന വഴി അടിപൊളിയായിരുന്നു. നമ്മളെ എക്സ്പീരിയൻസ് കിട്ടില്ലാണ്. നമ്മൾ തെന്മല വഴിയാണ് വന്നത്. തെന്മല വഴിയുള്ള ആ ഒരു
ഒരു റോഡ് ട്രിപ്പ് അടിപൊളിയാണ്. ഈ സമയത്ത് കുറച്ച് തിരക്കാണ്, നമ്മൾ അയ്യപ്പന്മാരൊക്കെ ഉള്ളതുകൊണ്ടുള്ള ഒരു തിരക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുള്ള രീതിയിലാണ് നമുക്ക് വരാൻ വേണ്ടി പറ്റിയത്. ദേശീയ വണ്ടി പോകും ഏതാ മറ്റേ സാറ് മറ്റേ ടി വി എസ് സ്കൂട്ടറുണ്ട്. തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ റോഡ് ഹൈവേസ് കുഴപ്പമില്ല. പക്ഷേ ഇട റോഡുകളിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നൈറ്റൊക്കെ ചില ഷോർട്ട് കട്ടുകൾ നമുക്ക് അങ്ങനെ ഉണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ ചെറിയൊരു ഒരു 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 പ്രശ്നം, ഗൂഗിൾ മാപ്പിലൊരു ഡീവിയേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിലേ നമ്മൾ കയറും. അങ്ങനെ കയറി നമുക്ക് അത്യാവശ്യം പണി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര മോശം റോഡുകളാണ്. റോഡുകൾ മോശമെന്ന് മാത്രമല്ല, ആളുകളുടെ ഡ്രൈവിംഗ് കൾച്ചർ അതിലും മോശമാണ്. നമ്മൾ ജീവൻ പോകുന്ന രീതിയിലാണ്. ഹൈവേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളെ വലത്തെ സൈഡിൽ കൂടെ ആളുകൾ ഓവർടേക്ക് ചെയ്യും, ഇടത്തെ സൈഡിൽ കൂടെ ആളുകൾ ഓവർടേക്ക് ചെയ്യും. കൊള്ളില്ല, ജീവിക്കാൻ കൊള്ളാത്ത റോഡുകളാണ്, മരിക്കാൻ എളുപ്പമുള്ള റോഡുകളാണ്. ഇതെന്ത് ചമ്മന്തി? പുളിയിഞ്ചി, മല്ലി ആണോ? സാമ്പാർ ഇത് മൊത്തം ലയിച്ച് കട്ടിയുള്ള സാമ്പാർ. ഇതിലെങ്ങനെയുണ്ട്? ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് തിരുമല മുരുകൻ കോവിലും കൂടെ കയറാനുള്ള അവസരം കിട്ടി. ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോൾ നല്ല കാറ്റും പിന്നെ നല്ല ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു കാലാവസ്ഥയും. അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ലഡുവും അവിടുത്തെ ആ ഒരു ചെറിയ മാർക്കറ്റും. പക്ഷേ വൃത്തി എന്ന് പറയുന്നത് ഒട്ടുമില്ല എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ.
തിരിച്ചു പോകണം. ഇവിടെ നിന്ന് മെയിൻ റോഡ് കയറിപ്പോൾ അപ്പം അങ്ങനെയാണ് ഇന്ന് നിങ്ങളിപ്പം ഈ കാണുന്ന സ്റ്റേയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ജേക്കബ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണിത് ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തെങ്കാശീൻ്റെ അടുത്ത് പാപ്പംകുളമാണ് സ്ഥലത്തിൻ്റെ പേര്. തെങ്കാശിയിൽ നിന്ന് ഒരു 10-12 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നെല്ലിക്കയാണ് നിറയെ, നെല്ലിമരമാണ്. നെല്ലിമരം ഞങ്ങൾ രാത്രിയാവുന്നത് പ്രോപ്പറായി കാണാൻ പറ്റിയില്ല. അവിടേക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ പേരയുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. എനിക്കെല്ലാം ഒന്നും എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം, നല്ല രസമുണ്ട്. നമുക്കിങ്ങനെ ഒരു ബെയർ ഫൂട്ടായിട്ട് നടക്കാൻ പറ്റിയ തണുപ്പൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇതിൻ്റെ പുറത്തേക്ക് നല്ല ഏരിയ എന്ന് തോന്നുന്നു. പുറത്തേക്ക് ഇറങ്ങി നോക്കണം, നല്ല അടിപൊളി വിഷ്വൽസ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ജീവിക്കുകയാണെങ്കിലേ ഇങ്ങനെ ജീവിക്കണം. ഒരു കുറച്ച് സ്ഥലമൊക്കെ അതിന്റെ വീട് നോക്ക്, ടീലി എടുത്തിരിക്കുന്നണ്ട, ടീലി എടുത്തിരിക്കുന്നതല്ല. ആ അവിടെ ചെറിയ ഭിത്തി, ഒരു ബാത്റൂം സെറ്റപ്പിന്റെ മേളിൽ ഇതിലെ ക്യാമറയൊക്കെ വന്നടേ, ലുക്കിലൊരു ക്യാമറ ഉണ്ടോന്നു. ആ ബ്യൂട്ടി നമുക്ക് കണ്ട് അങ്ങോട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. പങ്കാളിയെ വിളിക്കാം, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതിൽ കാണാൻ പറ്റില്ല, കുഴപ്പമില്ല. തിരിടേ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വെയിലടിക്കുന്നത്, അതുകൊണ്ട് കാണത്തുമില്ല. ഓക്കെ, വി ആർ ഗോയിങ്. പങ്കാളി വന്ന് സീസണാണ് തോന്നുന്നു. പക്ഷെ അങ്ങോട്ട് ക്യാമറ വെച്ചാൽ കാര്യമില്ല. അവിടെ പരിപാടി നടക്കുന്നുണ്ട്. നടക്കട്ടെ. ഇതോ ഇവർ അതിർത്തി പോലെ നടന്നതായിരിക്കും. പന ആക്ച്വലി നമ്മൾ തെങ്ങ് പോലെ തന്നെയാ. അതിൻ്റെ പനയുടെ മറ്റേ കാണാൻ ആവശ്യമില്ലേ? ഇത് കായ്ക്കുന്ന പനയല്ലേ, മറ്റേ ഭൂമിയിലുള്ള പനയല്ലേ? കേട്ടോ, ായിരുന്നു റൈറ്റ് വേണമെന്നുണ്ടാവില്ല, ഉൾപ്രദേശമല്ലേ. ഇവിടെ ഒരു 4 ഏക്കർ സ്ഥലം വാങ്ങി, 4 ഏക്കർ സ്ഥലം വാങ്ങി ഒരു കൃഷിയൊക്കെ സെറ്റ് ചെയ്തു. അതായത് യൂട്യൂബിൽ കാണുന്ന വൈനൊക്കെ ഉണ്ടാക്കി. ഇവിടൊക്കെ ഒരു 5 ഏക്കറിൻ്റെ അകത്ത ഒരു വീട്, ശ്രദ്ധിച്ചു. ഒന്നും ആരും അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ വീട്ടിലൊരാൾ തുമ്മി അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്ക് ഇറക്കാൻ വേണ്ടി കൃഷിയാണ് കേട്ടോ. ഇത് ഉരച്ച് നടുവിന് തേച്ചാൽ നടുവേദന മാറുന്നാ പറയാ. നടുവേദന, മുട്ടുവേദന, സന്ധിവേദന കുറച്ച് കൊണ്ടുപോവാ. ടേസ്റ്റേ ഇതിനെ പറ്റിയൊന്ന് പറയാം. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല, കിട്ടും. 1000 രൂപ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. കേരളത്തിൽ ഇങ്ങനൊരു സ്റ്റേ 1000 രൂപയ്ക്ക് കിട്ടില്ല. പ്ലസ് AC ആണ്, 2 ബെഡുണ്ട്. മൂന്നാമതൊരാൾക്ക് കിടക്കണമെങ്കിൽ ഇതാ ഈസി ആയിട്ട് ഇവിടെ കിടക്കാൻ വേണ്ടി പറ്റും. ഫാനുണ്ട്, ആൻഡ് വേറെന്താ ഉള്ളത്, 2 ബോട്ടിൽ വെള്ളം കിട്ടും.
ഹീറ്റർ പരിപാടികളൊക്കെ കിട്ടും, ചായപ്പൊടി അടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി നമുക്ക് കുളിക്കാനൊക്കെ ആണെങ്കിൽ ഒരു അത്യാവശ്യം നല്ല ടോയ്ലറ്റ്, ഈവൻ നിങ്ങൾക്ക് ജലദോഷം, ഇപ്പോൾ എനിക്ക് ജലദോഷമാണ്, നിങ്ങൾക്ക് ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഹീറ്ററൊക്കെ വെച്ച് കുളിക്കാനുള്ള സെറ്റപ്പുകളടക്കം ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്ത് വേണം? അപ്പോൾ ഇതാണ് നമ്മുടെ കേരള ഹൗസ്, തെങ്കാശിക്കടുത്ത് പാപ്പനംകോടുള്ള കേരള ഹൗസ്. നിങ്ങൾ ഈ പരിസരത്തൂടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ 1000 രൂപ മുടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അബദ്ധമല്ല. ഇറ്റ്സ് വേർത്ത് സാധനം. ഇപ്പോൾ പാപ്പനംകുളം അല്ലേ, പാപ്പനംകോടല്ലേ, സോറി പാപ്പനംകുളം. പാപ്പനംകുളത്ത് ഇങ്ങനെ ഒരു പാപ്പനംകുളം അല്ലടേ, പാപ്പംകുളമാണ്. കൺഫ്യൂഷനാണ്. എന്നാലും പാപ്പംകുളത്ത് നിന്നല്ല, തെങ്കാശി പരിസരത്തൂടെ നിങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഒന്ന് ഇവിടെ വന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് കാമായി ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അങ്ങനെ ജേക്കബ് ഏട്ടൻ്റെ കേരള ഫാം ഹൗസിനോട് വിട പറഞ്ഞുള്ള നോക്കാം. ഇനി നമുക്ക് തെങ്കാശി പിടിക്കണം. മധുരയിൽ കിട്ടാത്ത സമാധാനം തെങ്കാശി കിട്ടുമോ നോക്കാം. ശരിക്കും അവിടെ കയറി വീഡിയോ എടുക്കണമെന്നുണ്ട്. അവിടെ കയറിയാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? തിരിച്ചിറങ്ങാൻ എയർലിഫ്റ്റ് ചെയ്യേണ്ടി വരും നമ്മൾ. നമ്മൾ സ്റ്റേ ചെയ്ത കേരള ഫാം ഹൗസിൻ്റെ തൊട്ട് ഏകദേശം ഒരു 25 കിലോമീറ്റർ അടുത്തുള്ള വേറൊരു അമ്പലമാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അരുൾമികി കാശി വിശ്വനാഥ ടെമ്പിളാണ്. ഞങ്ങൾ വന്നപ്പോഴേക്കും നടടച്ചു പോയി, കയറാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ കൊള്ളാം, അതിൻ്റെ സ്ട്രക്ചറൊക്കെ കൊള്ളാം. നമുക്ക് ആ മധുര മീനാക്ഷിയിൽ മിസ്സായില്ലേ, പണി നടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാത്ത ഗോപുരം, അതിൻ്റെ വലിയൊരു വെർഷൻ തന്നെ. എനിക്ക് തോന്നുന്നു ആ സെയിം സൈസോ അതിനെക്കാട്ടും വലിയ സൈസാണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു സൈസുള്ളൊരു വെർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും മധുര മീനാക്ഷി മിസ്സായതിൻ്റെ ഒരു സങ്കടം ഇവിടെ തീർക്കാൻ പറ്റി.